ഹലോ, എല്ലാവർക്കും ബി ആർ ഒ ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നേന്ത്രപ്പഴം വെച്ചിട്ടൊരു സ്നാക്സാണ്. 4 മണിക്കൊക്കെ പിള്ളേർ സ്കൂൾ വിട്ട് വരുമ്പോൾ എന്താണെന്ന് ഉണ്ടാക്കുക എന്നുള്ളൊരു നമുക്ക് വെറൈറ്റി ആയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ളൊരു നമുക്ക് ഉണ്ടാക്കാം. അതിന് നമുക്ക് ആവശ്യമുള്ള നന്നായി പഴുത്ത നേന്ത്രപ്പഴമാണ്. ഞാൻ അതിൽ 4 എണ്ണമാണ് എടുത്തേക്കണത്. പഴുത്തു എന്ന് പറഞ്ഞ് കറുത്തിട്ട് നമ്മൾ കളയേണ്ടത് നേന്ത്രപ്പഴം കളയണ്ട. അപ്പോൾ ഇത് വൈറ്റമിനുകൾ ഒരുപാടുള്ളതാണ്, നല്ലതാണിത്. ഇങ്ങനെയുള്ളത് തൊലി കറുത്തെന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിന് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഞാനതിൻ്റെ തലയും വാലൊക്കെ കളഞ്ഞ് മുറിച്ച് ഞാനിത് ഒരു ഇഡ്ഡലി ചെമ്പിലാക്കി അതൊന്ന് ചൂടാക്കാൻ ഒന്ന് ആവി കയറ്റിയിട്ടുണ്ട്. ആവി കയറി ഒന്ന് ചൂടാറി കഴിയുമ്പോൾ ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്കിട്ട് നമുക്കൊന്ന് അരച്ച് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ ഒരു ഫ്രൈ പാൻ എടുത്ത് നമുക്കതൊന്ന് ചൂടാക്കാം. ചൂടാക്കി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് തൊലി കളഞ്ഞ് വെച്ചിരിക്കണ കപ്പലണ്ടിയും കൂടിയും ആഡ് ചെയ്യാം. കപ്പലണ്ടി ഇട്ട് അത് നന്നായി നമുക്കൊന്ന് വറുത്തെടുക്കാം. വറുത്തെടുത്ത് അത് നന്നായി ഒന്ന് നന്നായി മുരിഞ്ഞ് വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് കശുവണ്ടി പരിപ്പ് കൂടി നമുക്ക് ആഡ് ചെയ്യാം. നമുക്കിപ്പോൾ എന്ത് ആണോ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഇടാം കേട്ടോ. അതാകുമ്പോൾ നമുക്ക് ഇടയ്ക്ക് കടിക്കുമ്പോഴൊക്കെ പ്രത്യേക ടേസ്റ്റുള്ളത്. ഇപ്പോൾ നാളികേരം കുത്ത് ഇടണമെങ്കിൽ നാളികേരം കുത്ത് വറുത്ത് ഇതേപോലെ തന്നെ ചെറുതായി എരിഞ്ഞ് നാളികേരം കുത്ത് ഇടാം വേണമെങ്കിൽ. ഇപ്പോൾ ഞാൻ നാളികേരം ഇടണില്ല, അപ്പോൾ ഞാനിത് ഇങ്ങനെയാണ് ചെയ്യണേ. ഇതിൽ കശുവണ്ടി പരിപ്പ് ഇട്ടു. അത് കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് ആഡ് ചെയ്തു. അത് കഴിഞ്ഞ് അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഞാൻ അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കണ നേന്ത്രപ്പഴത്തിൻ്റെ ആ കൊഴുപ്പ് ഇതിലേക്ക് ഇട്ടു. അത് നേരിട്ട് തന്നെ ആഡ് ചെയ്യുക കേട്ടോ. അതിൻ്റെ ചെറിയ ആ കറുപ്പൊക്കെ ഒന്നും കളയേണ്ട കാര്യമൊന്നുമില്ല. അതിൽ വിത്തുണ്ടല്ലോ, അതിൽ ആ സീഡൊന്നും കളയണ്ട. അതങ്ങനെ തന്നെ അതിലേക്ക് തന്നെ ഇട്ടിട്ട് നന്നായി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ആ നെയ്യൊക്കെ ഇതിലേക്ക് ഇങ്ങനെ അലിഞ്ഞ് വരണ വരെ നമുക്കൊന്ന് എല്ലാത്തിലേക്കും ആ നെയ്യൊന്ന് ചേരുന്നത് വരെ നമുക്കൊന്ന് നന്നായി ഇളക്കി എടുക്കാം കേട്ടോ. അതൊന്ന് ഇങ്ങനെ നമുക്ക് അതുമൊന്നിങ്ങനെ വിട്ട് നമുക്കൊരു ഉരുണ്ട് വരണ രീതിയാവുമ്പോൾ ഒരു അടപ്പത്ത് നമുക്ക് 2 വെല്ലം ശർക്കര കൂടി ഞാനവിടെ വെച്ചിട്ടുണ്ട്. ശർക്കര ഉരുക്കി കഴിഞ്ഞ് അരിച്ച് നമുക്ക് അതിലേക്ക് ചേർക്കാം. അത് കഴിഞ്ഞ് കുറച്ച് അരിപ്പൊടിയും കൂടി നമുക്കിതിൽ ആഡ് ചെയ്യാം കേട്ടോ. നമ്മൾ ഫസ്റ്റ് കുറച്ച് ചേർക്കുക, അത് കഴിഞ്ഞിട്ട് ഇളക്കിയെടുക്കുക. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും കുറച്ചിടുക, അല്ലെങ്കിൽ എന്ന് വെച്ചാൽ കട്ട പിടിക്കും. ഇപ്പോൾ നമ്മൾ കുറച്ച് ഞാനിട്ട് അത് ഇങ്ങനെ നന്നായി ഇളക്കി. അപ്പോൾ നമുക്ക് ഒരുപാട് പൊടി ഇടണ്ട കേട്ടോ. ഒരുപാട് പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നേന്ത്രപ്പഴത്തിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് അത് പോവും. നേന്ത്രപ്പഴത്തിൻ്റെ ടേസ്റ്റും കൂടി നമുക്കിതിൽ കിട്ടിയാലാണ് അതിൻ്റെ നെയ്യും നേന്ത്രപ്പഴത്തിൻ്റെ ടേസ്റ്റും എനിക്ക് ആകുമ്പോഴുണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് പിള്ളേർക്ക് ഞാനിവിടെ ഉണ്ടാക്കിയിട്ട് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഇതിപ്പോൾ പകുതി മുക്കാൽ വേവായി ഇതിൽ തന്നെ കിടന്നിട്ട്. അപ്പോൾ നമുക്കിതിങ്ങനെ ഇതുമെന്ന് വിട്ട് ഉരുണ്ട് വരണ രീതിയിൽ ആവണ വരെ നമുക്കിങ്ങനെ ഇളക്കി അങ്ങനെ കട്ടയൊക്കെ ഉടച്ച് നന്നായി ഇങ്ങനെ എടുക്കാം കേട്ടോ. നന്നായി ഉടച്ച് നല്ല ഇതിൽ ഉരുണ്ട് വരണ രീതിയിൽ നമുക്കെടുക്കാം. അങ്ങനെ നമ്മുടെ ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്യണം. അടിപൊളിയാണ്. നമുക്ക് ചായക്കൊക്കെ കഴിക്കാൻ എന്നും എന്താ ഉണ്ടാക്കുക എന്നുള്ളൊരു ചിന്ത വേണ്ട. ഇതൊക്കെ നമ്മുടെ മക്കൾക്ക് നല്ലതാണ്, ഹെൽത്തിയാണ്, കഴിക്കാൻ പറ്റണ നല്ല ഇതാണ്. അതിന് വറവൊക്കെ കൊടുക്കണേക്കാളൊക്കെ നല്ലതാണ്. പഴം ഇഷ്ടമില്ല എന്നുള്ള പിള്ളേർക്ക് ഇങ്ങനെ കൊടുത്താൽ അവരെന്തായാലും കഴിക്കും. ആ നെയ്യും അതേപോലെ തന്നെ കശുവണ്ടി പരിപ്പുണ്ട്, മുന്തിരിയുണ്ട്, കപ്പലണ്ടിയുണ്ട്. അവർക്കുള്ള എല്ലാ വൈറ്റമിൻസും ഇതൊക്കെ നമുക്കിതിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ വറുത്തതൊക്കെ കൊടുക്കണേക്കാളൊക്കെ നല്ലത് ഇങ്ങനെയൊക്കെ കൊടുക്കണതാണ് അല്ലേ. ഇതിപ്പോൾ ഇലയിലും കൂടി ആകുമ്പോഴുണ്ടല്ലോ ഒരു പ്രത്യേക മണം കേട്ടോ. പ്രത്യേക മണം മാത്രമല്ല, ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ് കേട്ടോ ഇത്. ഞാനിപ്പോൾ ഇങ്ങനെ നന്നായി ഇതിൽ തന്നെ കിടന്ന് നന്നായി അതൊന്ന് വെന്ത് വരണ വരെ നമുക്ക് നന്നായി ഉടയ്ക്കണം കേട്ടോ. നല്ല അതിലിപ്പോൾ തന്നെ ഇങ്ങനെ ചൂടായി ഇങ്ങനെ വരും, നന്നായി ഉരുണ്ട് ഇങ്ങനെ വരും. അതുവരെ നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. അത് കഴിഞ്ഞ് നമ്മളിതിൽ ഒരു ഇലയിലാണ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഉണ്ടാക്കാം കേട്ടോ.
ഇപ്പം തന്നെ അത് ഞാനിപ്പോൾ ഒരു ത്രികോണാകൃതിയിലാണ് ഉണ്ടാക്കണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്ക്വയറിലായിട്ട് ഉണ്ടാക്കാം. ഇതിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെറുതായിട്ടൊന്ന് ആവി കയറ്റിയാൽ മതി ഇലയിൽ. അപ്പോൾ ആ ഇലയുടെ മണവും ഒക്കെ ആയിട്ട് കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഒരു ത്രികോണാകൃതിയിലാണ്. നിങ്ങൾക്ക് സ്ക്വയർ വേണമെങ്കിൽ സ്ക്വയറിലാക്കാം, റൗണ്ട് വേണമെങ്കിൽ റൗണ്ടിലാക്കാം, എങ്ങനെ വേണമെങ്കിലും ആക്കാം കേട്ടോ. നമുക്കിവിടെ ഇഷ്ടത്തിനുള്ള അനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇത് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. ഇലയുടെ പോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അത് ഒരു അധികം നേരമൊന്നും ഇത് അടപ്പത്ത് വെക്കണ്ട, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. കാരണം ഓൾറെഡി ഇത് വെന്തിരിക്കണതാണ്. നമ്മൾ അതിൽ തന്നെ ഇളക്കി ഇളക്കി ഓൾറെഡി വെന്ത് ഇരിക്കണതാണ് കേട്ടോ. അത് നോക്കി അത് എടുത്ത് കഴിക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഒരു നല്ല ടേസ്റ്റ്. എന്തോരം തിന്നിട്ട് മതിയാവണില്ല. അങ്ങനെ നമ്മൾ ഒരു കഷ്ണം തിന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ആ നെയ്യുടെ ടേസ്റ്റും ആ കശുവണ്ടിപ്പരിപ്പും മുന്തിരിയും ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ടാറ്റാ, ബൈ.